അവാർഡ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പാനൽസിനെ എടുത്തിട്ട് അവർക്ക് ഒരു റെഡിമെയ്ഡ് ഫർണിച്ചറും ഒരു അസംബിൾ ചെയ്യാനുള്ള ഒരു ഫർണിച്ചറും കൊടുത്തു. സോ ബേസിക്കലി വാട്ട് ദ ഡിഡ് വാസ് ലൈക്ക് ദേ സ്റ്റാർട്ടഡ് ടു അസംബിൾ ദ ഫർണിച്ചർ. അസംബിൾ ചെയ്ത് മണിക്കൂറുകളെടുത്ത് ഈ ഫർണിച്ചർ ഉണ്ടാക്കി അസംബിൾ ചെയ്ത് എല്ലാം ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. ഇഫ് യു ആർ ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു ബൈ ദിസ് ഫർണിച്ചർ, അതായത് ഇവരുടെ മുൻപിലിരിക്കുന്ന ഈ 2 ഫർണിച്ചേഴ്സിൻ്റെ ഉള്ളിൽ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഒരു ചാൻസ് കിട്ടുമെങ്കിൽ നിങ്ങൾ എത്ര രൂപ ഈ ഫർണിച്ചേഴ്സിന് കൊടുക്കും? അപ്പോൾ 2 ഓപ്ഷൻസ് ആണ് ഓരോ റെസ്പോണ്ടൻറ്റിനും ഉള്ളത്. ഒന്ന് ഐക്കിയയിൽ നിന്ന് അവർ പണിതെടുത്ത ഫർണിച്ചർ, അവർ അസംബിൾ ചെയ്തെടുത്ത ഫർണിച്ചർ. മറ്റത് ഈ സെയിം ഫർണിച്ചർ തന്നെ ഓൾറെഡി അസംബിൾഡ് ആൻഡ് റെഡി ടു ഗോ. ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ്, ഈ കസ്റ്റമർ അസംബിൾ ചെയ്ത് മണിക്കൂറുകളെടുത്ത് കഷ്ടപ്പെട്ട് അസംബിൾ ചെയ്ത ഫർണിച്ചറിനെ 63% പ്രൈസ് കസ്റ്റമർ ഓവർ പേ ചെയ്യാൻ വേണ്ടി തയ്യാറായി. സോ ഇൻട്രസ്റ്റിംഗ് എന്താണ് ഇത് പറയുന്നത്? അവരുടെ ഒരു പേഴ്സണൽ മൊമെൻ്റ് ആയിട്ട്, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട്, ഒരു പേഴ്സണൽ സ്റ്റോറി ആയിട്ട് അത് മാറി. സോ ആ സ്റ്റോറിക്ക് വേണ്ടി, ആ എക്സ്പീരിയൻസിന് വേണ്ടി, അവരുടെ ആ എഫേർട്ടിന് വേണ്ടി അവർ എക്സ്ട്രാ പേ ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയായിരുന്നു ചെയ്തിരുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഫ്രിക്ഷൻലെസ് എക്സ്പീരിയൻസ് വിച്ച് മാറ്റർ. സംടൈംസ് we need to give small issues and frictions to the customer's journey. ഒരു മീനിങ് ഫ്രിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എ മീനിങ് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ എക്സ്ട്രാ ടേക്ക് കെയർ ചെയ്യാനും അവർക്ക് അതൊരു മെമ്മറബിൾ മൊമെൻ്റായി മാറാനും ചാൻസ് വളരെ കൂടുതലാണ്.